നമ്മുടെ രൂപയുടെ ചിഹ്നം എന്ന് പറയുന്നത് ഇപ്പോൾ പണ്ട് നമ്മൾ റുപ്പീസ് RS എഴുതുന്നതിന് പകരമായിട്ട് ഇപ്പോൾ അത് ദേവനാഗരി ലിപിയിലുള്ള ര എന്നുള്ള അക്ഷരത്തിൽ ചെറിയ മോഡിഫിക്കേഷൻ വരുത്തിയതാണ്. അതിലെ രസകരമായ വസ്തുത എന്ന് പറയുന്നത് ആ മോഡിഫിക്കേഷൻ വരുത്തി ഈ ചിഹ്നം ഉണ്ടാക്കിയെടുത്തത് യഥാർത്ഥത്തിൽ ഒരു തമിഴ്നാട്ടുകാരനാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ശ്രീ സ്റ്റാലിൻ്റെ ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട് കേട്ടോ, ഒരു തീരുമാനം വന്നിട്ടുണ്ട്. അത് തീരുമാനമല്ല, അത് നടപ്പാക്കുകയാണ് അവർ. കാരണം അവിടെ ഈ രൂപയ്ക്ക് ര എന്നുള്ള ദേവനാഗരി ലിപിക്ക് പകരം, കാരണം അവർ എപ്പോഴും ഹിന്ദിയെ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ വളരെയധികം വിരോധം വെച്ച് പുലർത്തുന്ന ആളുകളാണ് അവർ കേട്ടോ. അതായത് DMK എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനം വന്നേക്കെന്ന് പറഞ്ഞാൽ ഇനി ഈ ദേവനാഗരി ലിപിയിലുള്ള ഈ റുപ്പീസിൻ്റെ റുപ്പി എന്നുള്ളത് വേണ്ട, അതിന് പകരം തമിഴിലെ രു എന്ന് കാണിക്കുന്ന അക്ഷരം. അത് നമുക്ക് എഴുതാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, പടം വരയ്ക്കാൻ പഠിച്ചാലേ അത് എഴുതാൻ പറ്റുള്ളൂ. അത് മതി അവിടെ, അതാണ് ഇനി മുതൽ അവിടെ ഉപയോഗിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇത് കേന്ദ്ര ഗവൺമെൻറ്റിനോടുള്ള ഒരു യുദ്ധപ്രഖ്യാപനം അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക്. അപ്പോൾ ഇത് അതിന് കുറേ കാരണങ്ങളുണ്ട്. കാരണം തമിഴ്നാട് ഗവർണർ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ്. അവിടെ വന്നിരുന്നുകൊണ്ട് ശ്രീ സ്റ്റാലിനെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാം എന്നുള്ളതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ഗവർണർ. അങ്ങനെയാണ്. കാരണം ഏതൊക്കെ വിധത്തിൽ എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്താലും അതിനൊന്നും അപ്രൂവൽ കൊടുക്കത്തില്ല, അനങ്ങാതെ അവിടെ പിടിച്ചു വെച്ചേക്കും. അങ്ങനെയുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയി. അവിടെ അതായത് ഇവിടെ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്നപ്പോഴും ശ്രീ പിണറായി വിജയനും അദ്ദേഹവും തമ്മിലുള്ള ആ ഇടപാട് പോലുള്ള അതിനേക്കാൾ കുറച്ചുകൂടെ അഗ്രവേറ്റഡ് ആയിട്ടുള്ള ഇടപാടാണ്, കടുത്ത ഇടപാടാണ് തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിപ്പോഴും ഒരു ശമനം വന്നിട്ടില്ല, ഒരു ബുദ്ധിമുട്ട് വന്നാൽ ആ ബുദ്ധിമുട്ടിൽ ഇപ്പോഴും പോവുകയാണ്. മാത്രമല്ല ശ്രീ സ്റ്റാലിൻ ഒരു വേറിട്ട വ്യക്തിത്വം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ഈ ഒഴുക്കിനെതിരെ പലപ്പോഴും നീന്താൻ ശ്രമിക്കുന്ന ഒരാളാണ്, ശ്രമിച്ചിട്ടുള്ള ആളാണ്, ശ്രമിക്കുന്ന ആളുമാണ്, അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുമാണ്. അദ്ദേഹത്തിന് അതുപോലെ മൃഗീയമായ ഭൂരിപക്ഷമാണ് അവിടെ തമിഴ്നാട്ടിലുള്ളത്. കാരണം ഇപ്പോൾ അദ്ദേഹത്തോട് എതിരായിട്ട് പിടിച്ചു നിൽക്കാൻ നേരത്തെയുള്ള DMK അവരൊക്കെ രണ്ടായിട്ടൊക്കെ വിഭജിച്ചു. പനീർശെൽവമോ അതൊക്കെ ആയിട്ട് അങ്ങോട്ട് മാറി എല്ലാം ആയി. ഇത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അങ്ങ് ക്ഷയിച്ചു, അതിൻ്റെ ശക്തിയെ ക്ഷയിച്ചു. കാരണം ജയലളിത മരണപ്പെട്ടു. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത നേതാവായിട്ട് ജയലളിത പൊക്കിക്കൊണ്ടുവന്നിരുന്ന ജയലളിതയുടെ തോഴി എന്നുള്ള പേരിൽ കൊണ്ടുവന്നിരുന്ന ശശികല ജയിലറയ്ക്കുള്ളിലായി. ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പാർട്ടി യഥാർത്ഥത്തിൽ അതിൻ്റെ ശക്തി അങ്ങ് ക്ഷയിച്ചു. അതിന് നമുക്ക് ഒരു തെറ്റും പറയാൻ പറ്റില്ല. അതിൻ്റെ ശക്തി ക്ഷയിച്ചത് യഥാർത്ഥത്തിൽ ആ ശക്തി ക്ഷയിച്ചു എന്നുള്ളൊരു സത്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ സ്റ്റാലിൻ അധികാരത്തിൽ വന്നു. വളരെ മൃഗീയ ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിന് കിട്ടിയത്, വലിയ ഭൂരിപക്ഷം കിട്ടി. അതുപോലെ തന്നെ ലോക്സഭ ഇലക്ഷനിൽ അദ്ദേഹത്തിൻ്റെ അതേ ഭൂരിപക്ഷം തന്നെ അതിലും പ്രതിധ്വനിക്കുകയുണ്ടായി, നമ്മൾ കണ്ടു. അപ്പോൾ ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ അദ്ദേഹത്തിന് അവിടെ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എന്നാൽ അനാവശ്യമായ മറ്റ് രാഷ്ട്രീയ ഇടപെടലുകളിൽ ഒന്നും നടത്താത്ത ഒരു നേതാവെന്നേ നമുക്ക് സ്റ്റാലിനെ കുറിച്ച് പറയാവുള്ളൂ. ബാക്കി ആളുകളൊക്കെ അതായത് കേന്ദ്രത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഇന്ത്യ എന്നുള്ള ആ മുന്നണി ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അതിൻ്റെ നേതൃസ്ഥാനത്തൊക്കെ ഇരുന്ന ആളുകളുണ്ടല്ലോ, നമുക്ക് കാണാം. അതായത് മമതാ ബാനർജി മുതൽ അതേപോലെ തന്നെ കേജ്രിവാൾ, ഇവർ ഒക്കെ ശബ്ദം ഉയർത്തി പല കാര്യങ്ങളിലും ശബ്ദം ഉയർത്തുമ്പോൾ നിശബ്ദനായിട്ട് മാറി നിന്നത് കണ്ടുകൊണ്ട് നിൽക്കുന്ന, എന്നാൽ അതിനു വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരാളായിരുന്നു നമ്മുടെ ശ്രീ സ്റ്റാലിൻ. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട്, അതായത് കേന്ദ്രത്തിൻ്റെ പല സഹായങ്ങളും തമിഴ്നാടിനും കിട്ടുന്നില്ല. അതിൻ്റെ കാരണം തമിഴ്നാടിൽ BJPക്ക് പച്ചയ്ക്ക് തൊടാൻ ഒക്കത്തില്ല. പച്ച തൊടാൻ അവർ സമ്മതിക്കത്തില്ല, നടക്കുന്ന കാര്യവുമല്ല. DMK ഉള്ളിടത്തോളം കാലം ബുദ്ധിമുട്ടാണ്. പിന്നെ വേറെ അവർ ഏതൊക്കെ ഡൂക്കിലി പാർട്ടികളുമായിട്ട് അവിടെ എല്ലാം കൂട്ടുപിടിച്ചാലും ശരി, യാതൊരു മാർഗവുമില്ല. BJP അവിടെ എളുപ്പമൊന്നും പെട്ടെന്നൊന്നും അവിടെ പച്ച കൊടുത്തില്ല. അപ്പോൾ അദ്ദേഹത്തിന് അതറിയാം. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം പിന്നെ എന്താ ചെയ്യുന്നത്? ഇപ്പം കേരളത്തിനോട് കാണിക്കുന്ന അവഗണന, അതിനപ്പുറത്ത് അവഗണനയാണ് തമിഴ്നാടിനോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്. മറ്റ് സ്റ്റേറ്റുകൾക്കൊക്കെ സഹായങ്ങൾ കൊടുക്കുമ്പോൾ അവിടെ ഈ സഹായമൊക്കെ നിഷേധിക്കുകയാണ്. ആ രീതിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് മിലിറ്റേറ്റ് ചെയ്യാനുള്ള ചില മാർഗങ്ങളാണ് അദ്ദേഹം നോക്കുന്നത്.
അപ്പോൾ ഇത് ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യം നോക്കിയപ്പോൾ അദ്ദേഹം കണ്ടത് ഇതാണ്, ഈ രീതിയിൽ ഉള്ള ഒരു കാര്യം. അത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം നമ്മുടെ നാടിൻ്റെ ഒരേ ഒരു വികാരമാണതെല്ലാം. ഇന്ത്യയുടേതാണ് രൂപ എന്ന് പറയുന്നത്, ഇന്ത്യയുടേതാണ്, അല്ലാതെ അത് കേരളത്തിൻ്റെയോ തമിഴ്നാട്ടിൻ്റെയോ അല്ലെങ്കിൽ ഉത്തർപ്രദേശിൻ്റെ അങ്ങനെയുള്ള ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട് രൂപയിൽ ഈ വ്യത്യാസം, അതിൻ്റെ ചിഹ്നത്തിൽ ഈ വ്യത്യാസം വരുത്തുക എന്ന് പറയുന്നത് അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയുള്ള ഒരു പെരുമാറ്റം ശ്രീ സ്റ്റാലിൻ എടുത്തതെന്ന് പറയുന്നത് ഖേദകരമെന്നേ പറയാൻ പറ്റുള്ളൂ, നിവൃത്തിയില്ലാതെ ചെയ്തതാണ്. കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ഉള്ള ആ ഒരു യഥാർത്ഥത്തിൽ ഒരു കോൾഡ് വാർ, ഒരു ശീതയുദ്ധം എന്ന് നമുക്ക് പറയാം. ആ രീതിയിലുള്ള ഒരു കാര്യത്തിൻ്റെ ഒരു ചെറിയ ഭാഗമായിട്ടാണ് ഈ തീരുമാനം വന്നിരിക്കുന്നത്. ഇനി ഇത് കൂടുതൽ മേഖലകളിലേക്ക് ഈ തീരുമാനം വരും എന്നുള്ളതിൻ്റെ ഒരു നാന്ദി കുറിച്ചേക്കുന്നതാണ് ഈ തീരുമാനം എന്ന് ഞാൻ ഭയപ്പെടുന്നു. നമ്മുടെ ഫെഡറൽ സ്ട്രക്ചർ എന്ന് പറയുന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ അത് ഫോളോ ചെയ്യേണ്ടതാണ്. ആ ഫെഡറൽ തത്വങ്ങളോട് യഥാർത്ഥത്തിൽ നീതി പുലർത്താത്തതെന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. സംസ്ഥാനങ്ങളുടെ ഒരുപാട് അവകാശങ്ങൾ കവർന്നെടുക്കുമ്പോൾ, സംസ്ഥാനങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ അവിടെ ഫെഡറൽ തത്വങ്ങൾ ലംഘിക്കപ്പെടുകയാണ്. അപ്പം ഫെഡറൽ തത്വങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ ഇതുപോലുള്ള ഓരോ ആളുകൾ ഇതുമായിട്ട് മുമ്പോട്ട് വരും. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവസാനം ഇരു കൂട്ടർക്കും പിടിച്ചു വയ്ക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അത് പോകും. അങ്ങനെ പോകാതിരിക്കട്ടെ, കാരണം നമ്മുടെ നാട്ടിൽ അത് വലിയ പ്രശ്നമുള്ള കാര്യം തന്നെയാണ്. പണ്ട് യഥാർത്ഥത്തിൽ ട്രെയിനിലായിരുന്നു ആദ്യം ഇവർ, കാരണം എല്ലാത്തിലും ഹിന്ദി എഴുതി വെക്കും, ഇല്ല അന്തരാന മനാഹേ അകത്ത് ആനയും മാനുമാണെന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ എഴുതി വെക്കും. ഇവർക്കിത് കാണുമ്പോൾ ഹാലളവും. അത് ദ്രാവിഡര് അവർക്ക് കാണുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല. ഒരു ഇമ്പോസി അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് ഒരു കാര്യം എന്നുള്ള ഒരു തോന്നൽ അവർക്ക് വരും. അതുകൊണ്ട് തമിഴ്നാട്ടിലെ ട്രെയിനുകളിലെല്ലാം തമിഴിൽ എഴുതി വെക്കും, നിർബന്ധമാണ്. അവിടെ ഹിന്ദിയിലെങ്ങാണ് അനൗൺസ് ചെയ്ത് തമിഴിൽ ഉറപ്പായിട്ട് അനൗൺസ് ചെയ്യും. അത് മസ്റ്റാണ്, വേണ്ടി വരും അവിടെ. അങ്ങനെയുള്ള ഒരു വികാരം വെച്ച് പുലർത്തുന്ന ആളുകളാണ് ഈ തമിഴ് ജനത എന്ന് പറയുന്ന ആളുകൾ. അപ്പോൾ അവരുടെ ഇതെല്ലാം ഒന്ന് കണ്ടുകൊണ്ട് വേണം ഈ കേന്ദ്ര ഗവൺമെൻറ് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അതായത് കേന്ദ്ര ഗവൺമെൻറ് നമ്മൾ പറയുമ്പോൾ യൂണിയൻ ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. അത് എല്ലാ സ്റ്റേറ്റുകളെയും സംസ്ഥാനങ്ങളെയും ചേർത്ത് പിടിക്കാനും അവരെല്ലാം ഒരുപോലെ പരിഗണിക്കാനും ഉള്ള ഒരു മാന്യതയും മര്യാദയും കാണിക്കണം. അത് ചെയ്യുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങൾക്ക്, ഇപ്പോൾ ആന്ധ്രയ്ക്കും ബീഹാറിനും ഒക്കെ ഇഷ്ടം പോലെ വാരിക്കോരി കൊടുക്കുമ്പോൾ, ഇവിടെ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ അതിന് അവസാനം ഒരു സഹായം ചെയ്യുന്ന ഒരു ലോണാണ്. ലോൺ നമ്മൾ കേട്ടുകേൾവിയുള്ള ഒരു കാര്യമാണോ ലോൺ എന്ന് പറയുന്ന ഒരു കാര്യം? അതായത് ദുരിതാശ്വാസത്തിന് ലോൺ കൊടുക്കുക എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയൊക്കെ ശക്തമായി പ്രതികരിക്കാൻ കേരള ഗവൺമെൻറ്റിന് കഴിയുന്നില്ല, പക്ഷേ തമിഴ്നാട് ഗവൺമെൻറ് കഴിയുന്നുണ്ട്. അതിൻ്റെ ഒരു അതിൻ്റെ കാഴ്ചപ്പാടാണ് നമ്മൾ കാണുന്നത്.